എന്ന് തിരിച്ചു വരും? 2 വർഷം കഴിഞ്ഞു. അത് 2 നിമിഷം പോലെ കടന്നു പോയില്ലേ? എന്നാലും എനിക്ക് പേടിയാവുന്നു. നോക്ക്, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്. എന്റെ കണ്ണിലും മനസ്സിലും മുഴുവൻ നീയാണ്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാണ് എന്റെ ജീവിതം. ഞാൻ തെറ്റേതോ? എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറ്റൊരു പെൺകുട്ടി കടന്നു വരില്ല. ഒരിക്കലും. നീ ആ പാട്ട് കണ്ടു? എത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ 1 പറയുമ്പോ അവൻ 4 പറയുമായിരുന്നു. അവൻ എങ്ങനെ മാറിപ്പോയി? നിങ്ങൾ തമ്മിൽ അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ലേ? സംസാരിച്ചു. എന്തു പറഞ്ഞു? അവന്റെ കാമുകിയെ ആരോ വിവാഹം ചെയ്തുവെന്ന്. അവൾ ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനൊന്ന് ചോദിച്ചേനെ. നിങ്ങൾ ഇത്രത്തോളം ഹൃദയശൂന്യാകുമോ പത്മിനി? എനിക്കറിയില്ല. ഇവൻ എന്ത് മണ്ടനാണ്. അവളിപ്പോ എവിടെയോ ഏതോ ഒരുത്തന്റെ കൂടെ സുഖമായി ഉറങ്ങുന്നുണ്ടാവും. ഇവനോട് കരഞ്ഞും വിളിച്ചു നടക്കുന്നു. നമുക്ക് കിടക്കാം. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കൊരു സംശയം. പത്മിനി സത്യം പറയുമോ? അവനെ ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നത് നിനക്കിഷ്ടമായില്ലേ? ആര് പറഞ്ഞു? ഈ മുഖം. നമ്മുടെ 2 പേരുടെയും ഇഷ്ടം ഒന്നല്ലേ? ജെയിംസ് സ്നേഹിച്ചത് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ. ഓർമ്മകൾ പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്. പേടിച്ചാലോ? സീമയ്ക്ക് കുസൃതി വരെ കൂടുന്നുണ്ട്. ഇപ്പോ എന്ത് കുസൃതി? കഴിഞ്ഞ വർഷമായിരുന്നു കുസൃതി മുഴുവനും. ഞങ്ങളുടെ കോളേജിൽ ഒരു ആന്റോ ഉണ്ട്, വെറും പൊണ്ണൻ. അവൻ എന്റെ വെള്ളസാരിയിൽ ചുവന്ന മഷി ഒഴിച്ചു. ഞാൻ അവന്റെ സൈക്കിളിന്റെ ടയർ 2ഉം കുത്തിപ്പൊട്ടിച്ചു. സാറ് പോവാണോ? ഞാൻ കുളിക്കുന്നത് ആരെങ്കിലും കാണുന്നത് എനിക്കിഷ്ടമാണ്, അല്ലേ അമ്മു? മറ്റു സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. സീമേ, അമ്മു, അകത്ത് കുളിമുറി ഉണ്ടാണോ? കുളിച്ചൂടെ? അടക്കമില്ലാത്ത വക.
സാറെന്താ ഇങ്ങനെ പതിവില്ലാതെ? വീട്ടിലിരുന്ന് ബോറടിച്ചു. ജോണി ആണെങ്കിൽ എനിക്ക് പഴയതുപോലെ കിട്ടുന്നുമില്ല. ഒരുപാട് ജോലിയുണ്ട് മോളെ. അത് കഴിഞ്ഞാ പിന്നെ കൂട്ടുകാരനും. നെഞ്ചു നിറയെ തീയുമായി കഴിയുന്ന അവനെ ആശ്വസിപ്പിക്കാൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? ലിസിയുമായിട്ടുള്ള കല്യാണക്കാരി എന്തായി? അവനത് ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ? അവന്റെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടിയാണ്. നീ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അവന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്. ആരുടെ? അവന്റെ കാമുകിയുടെ. ആ ഫോട്ടോ കണ്ടോ? കണ്ടെങ്കിൽ പിന്നെ നിന്റെ സഹായം ആവശ്യമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലാത്ത സമയത്ത് നീ അവന്റെ മുറിയിൽ ചെന്ന് എങ്ങനെയെങ്കിലും ആ ഫോട്ടോ തപ്പിയെടുക്കാം. പക്ഷോ കളവ് ചെയ്യാൻ ഞാനില്ല. നമ്മളൊക്കെ കള്ളന്മാരല്ലേ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കളവ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പൊന്നെ, നിന്നെക്കുറിച്ചല്ല, നീ എന്റെ മനസ്സാണ്, എന്റെ മനസ്സിന്റെ കണ്ണാടിയാണ്. അയ്യോ ജോണി, അയ്യോ വേണ്ട ജോണി. ഇതാണ് അദ്ദേഹം പറഞ്ഞ ലിസി. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ ഇപ്പം വരാം. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നാണായിരിക്കില്ലേ? അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പോയി പറയാം. ഓക്കെ? അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞേക്കാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന്. എനിക്കും. അപ്പൊ ഞാൻ പോയേക്കാം. കപ്പ് വയ്ക്ക്. ലിസി പോയോ മോളെ? പോയി. അവൾ എന്തോ പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളെ ആ ചെറുക്കിന് ഇഷ്ടപ്പെട്ടോ ആവോ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ലിസി മെടുക്കിയല്ലേ? അതല്ല, അയാളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സ് പഴമക്കാരായ ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്തതാ. അവനിവിടെ പോയി ജോണി ഞായറാഴ്ചയായിട്ട്? കമ്പനിയിൽ എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞു. കുളിക്കാൻ ചൂടുവെള്ളം എത്തിയോ മോളെ? ഉവ്വ, ഞാൻ കുളിമുറിയിൽ എടുത്ത് വെക്കാം. ഓർമ്മകൾ പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്.
എന്താ പറ്റി? അല്ല, എന്തോ ഉണ്ട്. നീ സ്വപ്നം കണ്ട് ഭയന്നോ? വരൂ, നമുക്ക് കുറച്ചു നേരം പുറത്തിരിക്കാം. നല്ല കാറ്റ് അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ആകെ തകർന്നതുപോലെയുണ്ട്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ? ഇല്ല, എനിക്കൊന്നുമില്ല. നിന്റെ മനസ്സ് നിന്റെ കണ്ണിൽ കാണാം. ഈ കണ്ണുകളുടെ അനങ്ങിയാൽ എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവും. പറയൂ, എന്താണ് നിന്റെ വിഷമം? എന്തോ എപ്പോഴും ഒരു പേടി. ഞാനുള്ളപ്പോഴോ? വേണമെങ്കിൽ ജോലി മുഴുവനും കളഞ്ഞ് മുഴുവൻ നേരവും ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. എന്റെ ഭാഗ്യം. നിന്റെ ഭാഗ്യമല്ല, എന്റെ ഭാഗ്യം. ദൈവം എനിക്ക് തന്ന നിധിയാണ് നീ. ജോണി, പത്നി, കുറച്ചു ദിവസമായി തനിച്ച് കാണണമെന്ന് വിചാരിക്കുന്നു. ഞാനും. ആ ഫോട്ടോ ഇപ്പോഴും കയ്യിലുണ്ടോ? ഉണ്ട്. ഇനിയും അത് സൂക്ഷിക്കുന്നത് തെറ്റല്ലേ? ദൈവത്തെ ഓർത്ത് അതൊന്ന് നശിപ്പിച്ചൂടെ? അതെന്റെ കാമുകിയുടെ പടമാണ്. പക്ഷേ അവളിന്ന് മറ്റൊരുത്തിന്റെ ഭാര്യയാണ്. എന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും ആരും അറിയാതെ സൂക്ഷിക്കാൻ പോലും എനിക്ക് അവകാശമല്ലേ? അത് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്നതാണെങ്കിലോ? എല്ലാം തകർന്നുപോയ എന്നെ പത്നി മറന്നുപോയി. ഞാൻ മറന്നതല്ല. ഒരു സ്ത്രീക്ക് കഴിയാവുന്നിടത്തോളം പിടിച്ചു നിന്നവളാണ് ഞാൻ. പാവപ്പെട്ട ഒരു അമ്മ മാത്രം ആശ്രയമുള്ള ഒരു പെണ്ണിന് എത്ര കാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഞാൻ തെറ്റിയതെന്നാണോ പത്നി പറയുന്നത്? എന്നെ എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നു? വേദന ഹൃദയത്തിന്റെ വിശുദ്ധമായ ഭാഷയാണ്. നിന്റെ ഫോട്ടോ കത്തിച്ചു കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. അങ്ങയുടെ ഓർമ്മയ്ക്ക് അന്നെന്റെ വിരലണിയിച്ച മോതിരം കല്യാണത്തിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ഊരിക്കളഞ്ഞത്. അപ്പോൾ വേദനിച്ചില്ലേന്ന് ചോദിക്കും. നല്ലവണ്ണം വേദനിച്ചു. പക്ഷേ മന്ത്രകോടിയുടെ നൂലിൽ കോർത്ത മിന്ന് എന്റെ കഴുത്തിൽ വന്ന് വീണപ്പോ ഞാനെല്ലാം മറന്നു. അന്ന് എന്നിലെ കാമുകി മരിച്ചു. നീ ഓർമ്മകൾ ജയിച്ചു, പക്ഷേ ഓർമ്മകൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണം. നിങ്ങളുടെ നല്ല കൂട്ടുകാരന് വേണ്ടിയെങ്കിലും. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഇവിടെ താമസിക്കുന്നത്. പോകാൻ അവൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഓരോ നിമിഷവും ഇവിടെ ഒരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെയാണ്. നമ്മുടെ നെഞ്ചിലെത്തി എന്തിന് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കൂടി കോരിയിടണം? ഞാൻ ഇന്ന് തന്നെ പോയേക്കാം, എത്രയും വേഗം.